നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അങ്ങനെ പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന രമേശ് പിഷാരടിക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനും പിഷാരടിയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സരിൻ നന്നായിട്ട് കരയുന്നുണ്ട്. സരിന് വലിയൊരു വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ തവണ എന്തായാലും ഒരു സീറ്റ് കിട്ടും എന്നൊക്കെ ആഗ്രഹിച്ച സരിന് സീറ്റ് കിട്ടാത്ത വിഷമം ഇപ്പോൾ രമേശ് പിഷാരടിയുടെ അടുത്ത് തീർക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അമ്മാത്തേക്ക് എത്തിയോ രമേശ് പിഷാരടി എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സരിനെ അദ്ദേഹം അമ്മാത്തേക്ക് എത്തി. അവിടെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ ഇപ്പോൾ ഇന്ന് വൈകിട്ട് ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഏതായാലും എനിക്ക് തോന്നുന്നത് അതൊരു പോസിറ്റീവ് വൈബാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100% വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ രമേശ് പിഷാരടി ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ അവിടുത്തെ പ്രകടനം കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നു. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് രമേശ് പിഷാരടിയെ പോലൊരാളാണോ എന്നോട് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചത് കോൺഗ്രസിലെ അതികരുത്തന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളായിരിക്കും എന്നോട് ഏറ്റുമുട്ടാൻ വരിക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ രമേശ് പിഷാരടി ആയിപ്പോയി എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ശോഭേച്ചിയോട് പറയാനുള്ളത്, നിങ്ങളെ തോൽപ്പിക്കാൻ പിഷാരടി തന്നെ ധാരാളമാണ് സാർ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഈ ശോഭാ സുരേന്ദ്രന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇത്രയും കാലം ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ BJPയിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ യാതൊരുവിധ ക്വാളിറ്റിയും സംസാരത്തിൽ ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ശോഭാ സുരേന്ദ്രൻ. അവര് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പാലക്കാട് വന്ന് UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ തന്നെ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്റെ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് അവിടെ വിവരമുള്ള ആളുകളാണ് പാലക്കാട്ടുകാർ. അവർക്ക് അവരുടെ ഉള്ളിൽ ഇവർക്ക് 4 വോട്ട് കിട്ടാനുള്ളതെങ്കിലും ചോർന്നു പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രമേശ് പിഷാരടി ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുകയാണ് രമേശ് പിഷാരടിക്ക് വോട്ട് കൂടാൻ കൂടുതൽ ഗുണം ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം രമേശ് പിഷാരടി ഇന്ന് വരെ ഒരു BJP നേതാക്കളെയും പേരെടുത്ത് വിമർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ ട്രോളിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് ധാരാളമായിട്ട് വേണ്ടിവരും എന്നും തോന്നുന്നു. കാരണം അത്തരം ട്രോളുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രനൊക്കെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്തരം സംഭവങ്ങൾ അത് ജനം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി കേരളത്തിലെ എല്ലാ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവര് ഇത്ര രീതിയിലും ഭയങ്കരമായി വാചാലയായി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. ഒരു ചെറിയ കാര്യങ്ങൾ അവർ ഒരിക്കലും ഒരു കാര്യത്തെ വളരെ പക്വതയോടുകൂടി ചെറുതായിട്ട് പറയില്ല. ഒക്കെ വലിച്ചു നീട്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ മുമ്പും പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. അവർ മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് കൂടുതൽ വോട്ടുകൾ BJPക്ക് നേടാൻ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ഇത്തവണ പാലക്കാട് അതുപോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഷാഫി ആദ്യം അവിടെ ജയിക്കുന്നു. അതിനുശേഷം രണ്ടാമതും ഷാഫി മത്സരിക്കുമ്പോൾ 5000 സംതിങ്ങിനാണ് അവിടെ ജയിച്ചത്. മൂന്നാമത് രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ അത് 10,000-നും 15,000-നും മേലെ വോട്ടായിട്ട് മാറി. സ്വാഭാവികമായിട്ടും ആ 20,000 വോട്ടോ അല്ലെങ്കിൽ 25,000 വോട്ടിന് മേലെ പിഷാരടി സ്കോർ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു രമേശ് പിഷാരടി എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സംഭവമായിട്ട് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് ദ്രോഹമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായി ഇന്ന് വരെ അറിവില്ല. അയാളുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ അനാവശ്യമായി വലിച്ചഴിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിന് വ്യക്തമായ തെളിവുകൾ ഇന്ന് വരെ കോടതിക്കും പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. മാത്രവുമല്ല, ഒരു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു സ്മൈൽ പദ്ധതി, ഭവന പദ്ധതി എന്നുള്ളൊരു സംഭവം രൂപീകരിക്കുകയും 1.5 വർഷം കൊണ്ട് 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു നമ്പർ 1 MLA കൂടിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അത്തരം ആളുകൾ ചെയ്ത നല്ല കാര്യങ്ങളെ രമേശ് പിഷാരടി പ്രോത്സാഹിപ്പിക്കരുത് എന്നാണോ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇനിയും അവിടെ വീടുകൾ വരാനുണ്ട്. അപ്പൊ അത്തരം നല്ല പ്രവർത്തികളെ ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. അത് വളരെ നല്ല കാര്യമല്ലേ? പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് അവിടെ വീടാവുന്നു, ഇനിയും വീടാവാനിരിക്കുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പിന്തുടരും എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും രമേശ് പിഷാരടിയെ തെരഞ്ഞെടുത്തത്, പാലക്കാട്ടേക്ക് തെരഞ്ഞെടുത്തോടുകൂടി മനോരമ ചാനലിലും കുറച്ച് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. രമേശ് പിഷാരടിയുടെ
പേരിനൊപ്പം വാലുള്ളതാണ് രമേശ് പിഷാരടിയെ നിയമിക്കാൻ കാരണം എന്നാണ് പറയുന്നത്. അത് സണ്ണിയെയും ജാനുവിനെയും ഒക്കെ പരിഗണിക്കാത്തത് കൊണ്ടാണ് മനോരമയ്ക്ക് ഇത്തരത്തിലുള്ള ചൊറിച്ചിലെടുക്കാനുള്ള കാരണം. മനോരമ ആദ്യം മനസ്സിലാക്കേണ്ടത് KPCC പ്രസിഡന്റ് ഏതെങ്കിലും ഒരു നാരായണനല്ല, സണ്ണി ജോസഫ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും ഈ പറയുന്ന ജാതിവാലാണോ എന്താണ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഏതായാലും രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും സരീനും ഒക്കെ കരച്ചിൽ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അത് മാറണമെങ്കിൽ മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവരുടെ കുറച്ചൊക്കെ കരച്ചിൽ നിൽക്കും എന്നാണ് തോന്നുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള കൊല്ലങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കാൻ വിധിക്കപ്പെട്ട രണ്ടാളുകളാണ് സരീനും ശോഭ സുരേന്ദ്രനും എന്നാണ് തോന്നുന്നത്. ഏതായാലും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, രമേശ് പിഷാരടിയുടെ ചന്ദനക്കുറി, അല്ലെങ്കിൽ രമേശ് പിഷാരടി ഇന്ന് ഒരു നെറ്റിയിലും കഴുത്തിലൊക്കെ കുറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുറി കോൺഗ്രസിലേക്ക് വന്നത് കൊണ്ടാണ്, പാലക്കാട്ടിൽ കൂടുതൽ ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ് രമേശ് പിഷാരടി കുറി തൊട്ട് ഇരിക്കുന്നത്. അതുപോലെ ഉണ്ണിത്താൻ കാസർഗോഡ് ആയതുകൊണ്ട് നെറ്റിയിൽ കുറി മാഞ്ഞുപോയി എന്നുള്ളതൊക്കെയാണ് ആളുകൾ വളരെ രൂക്ഷമായിട്ട് രമേശ് പിഷാരടിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പറയാനുള്ളത്, ഷാഫി പറമ്പിൽ അവിടെ എല്ലാ ദിവസവും നെറ്റിയിൽ ചന്ദനക്കുറി ഇട്ടിട്ടല്ല വോട്ട് നേടിയ അല്ലെങ്കിൽ വോട്ട് ക്ഷണിക്കാൻ അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചതൊന്നും. ആ ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ 2 പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. അപ്പൊ ചന്ദനക്കുറിയോ അല്ലെങ്കിൽ നിസ്കാരത്തായുമ്പോ കുരിശു വരയ്ക്കലോ ഒന്നല്ല, അതിന്റെ അപ്പുറത്തേക്ക് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത് ആരാണോ അവരെ ജനം അംഗീകരിക്കും, അവരെ വളർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പൊ നിൽക്കുന്ന LDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിക്കും ഒക്കെ അപ്പുറം ഒരുപാട് ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചകളും ജനങ്ങളുമായിട്ട് വളരെ സൗമ്യമായും വളരെ മാന്യമായും സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. സർവോപരി ഒരു നല്ല കലാകാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും രമേശ് പിഷാരടി അവിടെ ജയിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.